നമസ്കാരം. ഇന്ത്യയിലെ 4 ടെലികോം കമ്പനികളിൽ വെച്ച് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള ജനപ്രിയ OTT പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനുകൾ വാഗ്ദാനം ചെയ്യാത്ത ഒരേയൊരു ടെലികോം കമ്പനിയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL. ഇക്കാര്യം ഇതിനു മുമ്പ് പലതവണ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വരിക്കാരെ കൂടുതൽ ആകർഷിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ ഇത്തരം OTT സബ്സ്ക്രിപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നത്. കാരണം ആളുകൾ ഇന്ന് ഈ OTT പ്ലാറ്റ്ഫോമുകൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ BSNL ഇപ്പോഴും ശിലായുഗത്തിലാണ് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള പ്രീപെയ്ഡ് പ്ലാനുകളാണ് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ആളുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രീമിയം OTT പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സ്. കാരണം ഇതിന് മറ്റേതൊരു പ്ലാറ്റ്ഫോമിനേക്കാളും വില കൂടുതലാണ്. മികച്ച നിരവധി കണ്ടന്റുകൾ നെറ്റ്ഫ്ലിക്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷനും. ഇത് നെറ്റ്ഫ്ലിക്സിനെ അപേക്ഷിച്ച് വളരെ വില കുറഞ്ഞതാണ്. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇത് പ്രൈം റീഡിംഗ്, പ്രൈം ഷോപ്പിംഗ്, പ്രൈം വീഡിയോ, പ്രൈം മ്യൂസിക് തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ അടങ്ങുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജിയോ 1799 രൂപ, 1299 രൂപ പ്ലാനുകളിൽ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേപോലെ 1029 രൂപയുടെ ജിയോ പ്ലാനിൽ ആമസോൺ പ്രൈം വീഡിയോ സബ്സ്ക്രിപ്ഷനും ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ BSNL ഇപ്പോഴും പരമ്പരാഗത ശൈലിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് BSNL പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഇത്തരം ജനപ്രിയ OTT പ്ലാറ്റ്ഫോമുകൾ കാണാനേയില്ല. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തായി BSNL ഒട്ടേറെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അക്കൂട്ടത്തിൽ പ്രീപെയ്ഡ് പ്ലാനുകളിൽ OTT സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ളവ കൊണ്ടുവരാനും BSNL പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷനുകൾ അടങ്ങുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിഗണിക്കുന്നതിനായി BSNL സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ BSNL പ്രീപെയ്ഡ് പ്ലാനുകൾ കുറഞ്ഞ നിരക്കിൽ എത്തുന്നതിനാൽ ഏറെ ജനപ്രിയമാണ്. ഭാവിയിൽ ഈ BSNL പ്ലാനുകളിൽ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT സബ്സ്ക്രിപ്ഷനുകളും ലഭ്യമായാൽ മറ്റ് കമ്പനികളുടെ പ്ലാനുകൾക്ക് അത് ശക്തമായ വെല്ലുവിളിയാകും. മാത്രമല്ല BSNL പ്ലാനുകളുടെ ജനപ്രീതി പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പഴഞ്ചൻ ആളുകൾക്കുള്ളതാണ് BSNL എന്ന തെറ്റിദ്ധാരണ മാറ്റാനും പുതിയ തലമുറയിലെ ഉപയോക്താക്കളെ ആകർഷിക്കാനും OTT സബ്സ്ക്രിപ്ഷനുകൾ അടങ്ങുന്ന BSNL പ്രീപെയ്ഡ് പ്ലാനുകൾ കമ്പനിയെ സഹായിക്കും. അടുത്ത കാലത്തായി BSNLിലേക്ക് നിരവധി ആളുകൾ പുതുതായി എത്തുന്നുണ്ട്. സ്വകാര്യ കമ്പനികളെ അവഗണിച്ച് BSNLിലേക്ക് എത്തുന്ന വരിക്കാർക്ക് സാധ്യമായ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കേണ്ടത് BSNLന്റെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ്. കാലത്തിനൊത്ത് മാറാനും സംയോജിതമായ സേവനങ്ങൾ അവതരിപ്പിക്കാനും കഴിയാതെ പോയതാണ് നിലവിൽ BSNL നേരിടുന്ന ദുരവസ്ഥയ്ക്ക് കാരണം. എന്നാൽ തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായി BSNL ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നിരവധി പുതിയ പദ്ധതികൾ BSNL നടപ്പിലാക്കുകയും ചെയ്തു വരുന്നുണ്ട്. 4G രാജ്യവ്യാപകമായി ലഭ്യമാക്കുക, eSIM സേവനങ്ങൾ ആരംഭിക്കുക, ബ്രോഡ്ബാൻഡ് വ്യാപനം കാര്യക്ഷമമാക്കുക, FTTH കണക്ഷനുകളുടെ ഉപയോക്താക്കൾക്കായി ദേശീയ വൈഫൈ റോമിംഗ് സേവനം, രാജ്യവ്യാപകമായി വോയിസ് ഓവർ വൈഫൈ കോളിംഗ് സേവനം ആരംഭിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ BSNL അടുത്ത കാലത്ത് പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു വരുന്നുണ്ട്.